ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പം ഇന്നത്തെ ദിവസം, അതായത് സെപ്റ്റംബർ 13, എനിക്ക് ഒരുപാട് എന്താ പറയുക, പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. വേറെ ഒന്നല്ല, ഇന്നേക്ക് ഒരു വർഷമായി എനിക്ക് സർജറി കഴിഞ്ഞിട്ട്. അതായത് എൻ്റെ ശരീരത്തിൽ നിന്നൊരു ഭാഗം മുറിച്ച് മാറ്റിയിട്ട് ഇന്നേക്ക് ഒരു വർഷമായി. അപ്പോൾ സാധാരണ കീമോ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഏത് സ്റ്റേജാണോ അതനുസരിച്ചിട്ടാണ് നമുക്ക് ആദ്യം കീമോ ചെയ്ത് എവിടെയാണോ നമ്മുടെ ശരീരത്തിൽ ക്യാൻസറിന്റെ ഇതുള്ളത് അത് ചെറുതാക്കി കൊണ്ടുവന്നതിന് ശേഷമാണ് സർജറി നടത്താറ്. പിന്നെ ദൈവഭാഗ്യം കൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചത് കൊണ്ട് ആദ്യം എനിക്ക് സർജറിയാണ് വേണ്ടി വന്നത്. പലർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്കിലും ഇന്നത്തെ ദിവസം നമ്മൾ ഇനി ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണല്ലോ നമ്മുടെ സെപ്റ്റംബർ 13 എന്ന് പറയുമ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമാണ്. അല്ലെങ്കിലും 13 എന്നുള്ളൊരു ഡേറ്റ് എനിക്ക് ഒരു നല്ല ഒരു ഇതായിട്ട് തോന്നിയിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ 13 എന്നുള്ള ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. എങ്കിലും നമ്മൾ ആ ഡേറ്റിന്റെ എനിക്ക് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ട്, എങ്കിൽ പോലും ആ സംഭവങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കരകയറി വന്നിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഇന്നേക്ക് ഒരു വർഷമായി നമ്മുടെ സർജറി ഒക്കെ കഴിഞ്ഞിട്ട്. പിന്നെ ഞാൻ സർജറിയിൽ അന്ന് സെൽഫി ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എല്ലാവർക്കും അങ്ങനെ എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് തോന്നാറുണ്ട് ഞാനൊരു എന്താ പറയാ, ഒരു വെപ്രാളം അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഏതവസ്ഥയിലായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ പുറത്തൊന്നും അങ്ങനെ കാണിച്ചിരുന്നില്ല. പക്ഷെ എന്തൊക്കെയോ എന്താ പറയാ, ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമാണ് എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ആദ്യം ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഞാൻ ക്യാൻസർ സർജറിക്ക് വേണ്ടിയിട്ട്, ക്യാൻസർ അല്ല സർജറിക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റ് ആയ അന്നുള്ള എൻ്റെ മനസ്സിന്റെ അവസ്ഥ എന്താണെന്ന്. ചില കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റില്ല, മറ്റുള്ളവരോട് പ്രകടിപ്പിക്കാനായിട്ട് പറ്റില്ല. അതൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ തന്നെയായിരിക്കും. പലർക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം നമ്മുടെ മനസ്സിലാണ് പല കാര്യങ്ങളും, പലതും നമുക്ക് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ തന്നെയിട്ട് ഒതുക്കാറാണ് ചെയ്യുക. പിന്നെ ചിലർക്ക് അത് പുറത്ത് കാണിക്കാനും അതിനുള്ളൊരു സാഹചര്യങ്ങളുണ്ട്. പലർക്കും സാഹചര്യങ്ങൾ വളരെ മോശമാണ്. പിന്നെന്ന് പറയുമ്പോൾ പറഞ്ഞ പോലെ സർജറി ആയിരുന്നു ആദ്യം. അതിനുശേഷം സർജറി ഒക്കെ കഴിഞ്ഞ് ഉണങ്ങാനും ട്യൂബ് എടുക്കാനൊക്കെ കുറച്ച് സമയമൊക്കെ വേണ്ടി വന്നിരുന്നു. കാരണം ചെറിയൊരു ഇൻഫെക്ഷൻ പോലെയൊക്കെ വന്നതുകൊണ്ട് ട്യൂബ് നേരത്തെ എടുത്തു. എന്നാലും ബാക്ക് സൈഡിൽ എനിക്ക് വെള്ളം കെട്ടി നിന്നിട്ട് 2 പ്രാവശ്യം അത് എടുക്കാനായിട്ട് പോണ്ടി വന്നിരുന്നു. പിന്നെ വേദനയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. മരുന്നൊന്നും അധികം കഴിക്കേണ്ടി വന്നിരുന്നില്ല സർജറി സമയത്ത്. പെയിൻ കില്ലർ ഒരെണ്ണം ഞാൻ കഴിച്ചിരുന്നത്. പിന്നെ അത് മുറിവ് ഉണങ്ങാനോ ഒന്നും മെഡിസിൻ ഒന്നും ഉണ്ടായിരുന്നില്ല. സോപ്പിട്ട് നന്നായി കഴുകാനാണ് പറഞ്ഞിരുന്നത്. എനിക്ക് തോന്നുന്നു RCCയിലായതുകൊണ്ട് മറ്റു ഹോസ്പിറ്റലുകളെയൊക്കെ അപേക്ഷിച്ചിട്ട് മെഡിസിൻ ഒക്കെ സർജറി കഴിഞ്ഞിട്ട് വളരെ കുറവായിരുന്നു. ഗ്യാസിന്റെ മരുന്നോ അല്ലെങ്കിൽ നമുക്ക് മുറിവ് ഉണങ്ങാനുള്ള മരുന്നോ ഒന്നും വേണ്ടി വന്നിരുന്നില്ല എനിക്ക്. പെയിൻ കില്ലർ മാത്രം തന്നു. വേദന ഉണ്ടെങ്കിൽ കഴിക്കാൻ പറഞ്ഞു. പക്ഷെ ഒരെണ്ണം ഞാൻ മേടിച്ചിട്ട് കഴിച്ചു. പക്ഷെ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. പിന്നെ വേറെ മെഡിസിൻസ് ഒന്നും എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിനുശേഷം ഒരു മുറിവൊക്കെ ഉണങ്ങി കഴിഞ്ഞപ്പോഴാണ് കീമോ സ്റ്റാർട്ട് ചെയ്തത്. ആം, മുറിവ് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം, 1.5 മാസം കഴിഞ്ഞതിന് ശേഷമാണ് കീമോ സ്റ്റാർട്ട് ചെയ്തത്. കീമോ എല്ലാവർക്കും അറിയാം, എൻ്റെ വീഡിയോസ് ഒക്കെ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ലാസ്റ്റ് കീമോന്റെ തൊട്ട് മുന്നാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഫെബ്രുവരി 27 23 ആണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതൊക്കെ വെച്ച് അപ്പോൾ ലാസ്റ്റ് നല്ല ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് 6 കീമോയാണ് ഉണ്ടായിരുന്നത്. നല്ല ബുദ്ധിമുട്ടായിരുന്നു. മുടിയൊക്കെ ഞാൻ ആദ്യമേ തന്നെ ഫസ്റ്റത്തെ കീമോ കഴിഞ്ഞപ്പോൾ ഞാൻ മുടിയൊക്കെ വെട്ടിയിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഇങ്ങനെ എൻ്റെ മുടി ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഊരി പോണത് കാണാനുള്ളൊരു മാനസികാവസ്ഥ, എനിക്ക് തോന്നുന്നു അതിനേക്കാളും നല്ലത് വെട്ടി നിർത്തുന്നതായിരുന്നു നല്ലതെന്ന് വെച്ചിട്ട് ഫസ്റ്റത്തെ കീമോ കഴിഞ്ഞിട്ട് 19 ദിവസം കഴിഞ്ഞപ്പോഴാണ്, കൃത്യം ഫസ്റ്റ് കീമോ കഴിഞ്ഞ ഒരു 19 ദിവസം കഴിഞ്ഞപ്പോഴാണ് മുടി ഇങ്ങനെയാണ് പോയി തുടങ്ങിയത്. അപ്പൊ എനിക്ക് അവിടെ ഇവിടെ മുടി നിൽക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. ഇഷ്ടമല്ലെന്നല്ല, അത് മറ്റുള്ളവരെ കാണുമ്പോൾ തന്നെ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ കാണാൻ താല്പര്യമില്ലായിരുന്നു.
അപ്പൊ ഞാൻ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് നിർത്തി. പിന്നെ നോക്കുമ്പോ ഇങ്ങനെ അങ്ങനെ പോയി തുടങ്ങിയപ്പോ ഞാൻ ട്രിമ്മർ വെച്ചിട്ട് ഞാൻ തന്നെ ഷേവ് ചെയ്ത് കളയാണ് ഉണ്ടായത്. അപ്പോ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് പോയി കീമോ കഴിഞ്ഞ് വരാന്നൊക്കെ പറയുമ്പോ നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളായിരുന്നു. ഒരു പ്രാവശ്യം സനാതലത്തിൽ നിന്നും, പിന്നത്തെ പ്രാവശ്യം ഞങ്ങൾ പരമാവധി കീമോ കഴിയുമ്പോൾ ഇവിടെ എത്താനായിട്ടുള്ള ഒരു ഇതിലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പല വീഡിയോകളിലും പറഞ്ഞ പോലെ പേടിച്ചിട്ട് ഭക്ഷണവും ജ്യൂസും കരിക്കും എല്ലാം കുടിച്ചിരുന്നു. ലാസ്റ്റ് കീമോന്റെ തൊട്ട് മുന്നത്തെ, അതായത് 5ാമത്തെ കീമോന് ശേഷം ഞാൻ വിചാരിച്ചു, ആ കീമോന്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ മരിക്കാൻ പോവാണ്. എനിക്കിനി പറ്റില്ല. ഞാൻ മരിക്കും എന്നുള്ളൊരു ചിന്തയായിരുന്നു. അത്രയ്ക്കും വീക്കായി. പിന്നെ കാലിന്റെ അടിയിന്നൊക്കെ തൊലിയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് പൊളിഞ്ഞാണ് പോവുണ്ടായിരുന്നെ. എല്ലാവർക്കും അറിയാം. കാലിന്റെ അടിയിലത്തെ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. പക്ഷേ കയ്യിന്റെ നഖം, ഇപ്പൊ എന്റെ കയ്യിന്റെ നഖം കുഴപ്പമില്ല, പഴയ പോലെയായി. അതുപോലെ തുമ്പ്, കയ്യിന്റെ അടിയില് തൊലിപോക്ക്, കൺപീലി, എല്ലാം അവസ്ഥകളും നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് എന്റെ ആദ്യം തൊട്ടുള്ള വീഡിയോസ് ഒക്കെ കാണുന്നത്. പിന്നെ നമ്മുടെ കീമോയില് ഇതാണ് ഇത് പതുക്കെ ആദ്യത്തെ അത്രയ്ക്ക് കളറൊന്നും ഇല്ല, എങ്കിലും അത്യാവശ്യം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒക്കെ ആയിട്ട് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അത്രയ്ക്കല്ലേ ആയുള്ളൂ. അത് കഴിഞ്ഞ് കീമോ കഴിഞ്ഞ് പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ റേഡിയേഷനും സ്റ്റാർട്ട് ചെയ്തു. 15 റേഡിയേഷൻ വിഷുവിനായിരുന്നു. ആ റേഡിയേഷന്റെ സമയത്തും ഞാനങ്ങനെ കരയേ അങ്ങനത്തെ ഒരു ടൈപ്പ് ഒന്നുമല്ല. വിഷമിച്ചിരിക്കെ കരയേ അല്ലെങ്കിൽ ഇതൊന്നുമല്ല. എനിക്ക് കീമോന്റെ സമയത്ത് ആ മരുന്നിന്റെ ഒരു ഇതുകൊണ്ടുള്ളൊരു മാനസിക ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിരുന്നത്. റേഡിയേഷനൊക്കെ ഞാൻ സനാതലയത്തിലായിരുന്നു. അവിടെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ കൂടെ പരമാവധി ചൂടിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. ചൂടിന്റെ പ്രശ്നം കീമോന്റെ സമയത്ത്, കാരണം ഏപ്രിൽ, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആ സമയത്തൊക്കെ ആയിരുന്നു. അപ്പൊ ചൂടിന്റെ നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. അസ്വസ്ഥത. പിന്നെ നമുക്ക് AC ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ അതിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. കിടക്കുമ്പോ തോന്നും നിക്കാൻ, നിൽക്കുമ്പോ തോന്നും ഉറങ്ങാൻ. പല അവസ്ഥകളായിരുന്നു നമുക്ക്. ചിലർക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നത് കേൾക്കാം. പക്ഷെ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ റേഡിയേഷൻ കഴിഞ്ഞു. റേഡിയേഷൻ കഴിഞ്ഞപ്പോഴും എന്താ പറയാ, ക്രീമൊന്നും യൂസ് ചെയ്യല, അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് നമ്മുടെ അസുഖം മാറിയാൽ മതി എന്നുള്ളൊരു ഇതായിരുന്നു. അങ്ങനെ റേഡിയേഷനും കഴിഞ്ഞു. ഫസ്റ്റത്തെ ചെക്കപ്പും കഴിഞ്ഞു. ഇനിയിപ്പോ ഫെബ്രുവരിയിലാണ്. അതിനിടയിൽ ഞാൻ പറഞ്ഞല്ലോ, മുന്നത്തെ വീഡിയോയിൽ എനിക്ക് ക്ഷീണം തോന്നിയിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, ഡോക്ടർ പറഞ്ഞു. അപ്പൊ ലാസ്റ്റ് ഞാൻ ജില്ലാ ആശുപത്രി, തൃശ്ശൂർ ജില്ലയിൽ കാട്ടി. അപ്പൊ നല്ല ഡോക്ടറാണ് കേട്ടോ അവിടെ. ആ ഡോക്ടറിനോട് പറഞ്ഞു ഇടയ്ക്ക് ചെക്കപ്പിനൊക്കെ വരാൻ, കുഴപ്പമൊന്നുമില്ല. ലിസ്റ്റൊക്കെ കൊണ്ടുപോയോ, സമ്മറി ഒക്കെ പോയോ, നമുക്ക് നോക്കാം. അവിടെ പോകണമെന്നൊന്നുമില്ല, അവിടെ നോക്കാം. പിന്നെ പടർന്ന ടൈപ്പ് അല്ല എൻ്റെ ക്യാൻസർ. പിന്നെ ഞാൻ കാലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ കൈയൊക്കെ പൊന്തിച്ച് വെച്ച് കിടക്കുക, അധികം ഭാരം ചുമക്കരുത്, അതൊക്കെ തന്നെ പറഞ്ഞു. പിന്നെ ഞാനിപ്പോ എല്ലാവരും പറയും മുന്നേ ചാനൽ തുടങ്ങിയിരുന്നെങ്കിൽ ഇതിനും കൂടുതൽ ഇതായിരുന്നേനെ. അതായത് ഞാൻ മുന്നേ ചാനൽ തുടങ്ങായിരുന്നെങ്കിൽ എനിക്ക് കൂടുതൽ വ്യൂസ് കിട്ടും. പക്ഷെ ഞാൻ തോന്നുന്നു ഞാൻ ഒരു കറക്റ്റ് സമയത്ത് ചാനൽ ഞാൻ തുടങ്ങിയത്. അതായത് എൻ്റെ ലാസ്റ്റ് കീമോന് മുന്നത്തെ സമയത്താണ് ഞാൻ ചാനൽ തുടങ്ങിയത്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഞാൻ തുടങ്ങിയത് കൊണ്ട് എല്ലാവരും എൻ്റെ വ്യൂവേഴ്സ്, അല്ലെങ്കിൽ ഒരുപാട് അസുഖമുള്ളവരൊക്കെ എൻ്റെ ചാനൽ കാണാനും, അസുഖമില്ലാത്തവരായാലും എനിക്ക് ഒരുപാട് മെസ്സേജ് അയക്കുന്നവരെല്ലാവരും എനിക്ക് സ്ഥിരം മെസ്സേജ് അയക്കുന്നവര് തന്നെയാണ് എപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, എങ്കിലും ആദ്യം തൊട്ടിട്ടുള്ളവർ എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട്. അപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ചാനൽ തുടങ്ങിയത്, അതായത് ഞാൻ കറക്റ്റ് സമയത്താണ് ഞാൻ ചാനൽ തുടങ്ങിയത്. പെട്ടെന്ന് 14,700 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അത്യാവശ്യം വ്യൂവേഴ്സ് ഉണ്ട്. അപ്പോ തുടങ്ങിയ സമയം നല്ലതായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു പലരും ചാനൽ തുടങ്ങിയിട്ടുണ്ട്, എങ്കിലും അങ്ങനെ തുടങ്ങിയത് ഇപ്പോൾ മുടിയില്ലാതെ കാണിക്കാനും, അല്ലെങ്കിൽ നമ്മുടെ വീക്കായിട്ടുള്ള അവസ്ഥ ഒരു 25% ആൾക്കാർക്ക് മാത്രമാണ് പുറത്തേക്ക് കാട്ടാനായിട്ട് സാധിക്കുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വിഷമം കൊണ്ട് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ടൊന്നും അവർക്ക് പുറത്ത് കാട്ടാനായിട്ട് പറ്റിയിരുന്നില്ല. പക്ഷെ ഞാൻ അങ്ങനെ പുറത്ത് കാട്ടിയപ്പോൾ ഇന്ന് വരെയുള്ള എൻ്റെ കമന്റ് ബോക്സിൽ ആകെ ഒരു കമന്റ് ആണ് വന്നിട്ടുള്ളത്, ഒരു നെഗറ്റീവായിട്ട്. ബാക്കിയൊക്കെ നല്ല പോസിറ്റീവായിട്ടാണ് വന്നത്. നെഗറ്റീവായിട്ട് ഇട്ട ആളുടെ പേര് വരെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ആള് എന്തുകൊണ്ടാ അങ്ങനെ ഇട്ടേന്ന് അറിയില്ല. പക്ഷെ
ബാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് ചിലരൊക്കെ ഷീനയുടെ വീഡിയോ കാണുമ്പോൾ നല്ല സന്തോഷം തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതൊരു ആശ്വാസമാണ്, കൂടുതൽ കാര്യങ്ങൾ പറയൂ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇടുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാം. അപ്പോൾ ആദ്യം ഒക്കെ ഞാൻ വെറുതെ വീഡിയോ ഇട്ടതായിരുന്നു. പിന്നെ ഇങ്ങനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ, ഇപ്പൊ എക്സസൈസുകളായാലും നമ്മളിപ്പോ ഇപ്പോ ഓരോ ഫോം, ഓരോ അപേക്ഷകൾ, ഇപ്പൊ പ്രധാനമന്ത്രിക്ക്, മുഖ്യമന്ത്രിക്ക്, അങ്ങനെയൊക്കെ അപേക്ഷകൾ വെക്കുന്ന കാര്യങ്ങളായാലും ഞാൻ ചെയ്തത് അപ്പൊ മറ്റുള്ളവർക്കും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ വേണം, എന്തൊക്കെ വെക്കണം എന്ന്. ചിലപ്പോ ഇപ്പൊ എന്നോട് ചോദിച്ചാൽ അയ്യോ ഞാൻ അതിൽ എന്തൊക്കെ വെച്ചെന്ന് എനിക്ക് ഓർമ്മയുണ്ടാവില്ല. പക്ഷെ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തിരുന്നേന്ന് അപ്പൊ വീഡിയോ ഇട്ടത് കൊണ്ട് എനിക്കിപ്പോ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായാലും അത് ഒരുപാട് പേർക്ക് ഷെയർ ചെയ്ത് പോയിട്ടുണ്ട്. ആഹ് എനിക്ക് തോന്നുന്നു അത് നല്ലൊരു കാര്യമായിരുന്നു. പിന്നേന്ന് പറയുമ്പോ സർജറി കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ റേഡിയേഷൻ ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് 2 മാസം ആവാറായപ്പോഴേക്കും എനിക്ക് ജോലിക്ക് പോകണം. വീട്ടിലിരുന്നിട്ട് ഒരു മടി തോന്നി. പിന്നെ ഞാനപ്പം പഴയ സ്ഥലത്തേക്ക് തന്നെ കേറി. ജോലിക്ക് കയറിയപ്പോഴായാലും ആദ്യം ഫ്രണ്ട് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു എസ് ക്യാമ്പസിൽ. പക്ഷെ ഇപ്പോ ഞാൻ അവിടെ അക്കാദമിക് സെന്റർ ഹെഡ് ആയിട്ടാണ് കയറിയിട്ടുള്ളത്. അവരും ഈ പറഞ്ഞ പോലെ നല്ല സപ്പോർട്ടാണ്. എല്ലാവരും, കൂടെയുള്ളവരും നമ്മുടെ വീട്ടിലുള്ളവരും മോനായാലും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എല്ലാവർക്കും എന്നെ കാണുമ്പോൾ ഒരു വിഷമം ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും സന്തോഷമാണ് എന്നെ കാണുമ്പോൾ. ഞാനിപ്പോ ഇങ്ങനെ ഒരുപാട് മാറിയിരിക്കുന്നുണ്ട്. അപ്പൊ എന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കാണുമ്പോഴും അവർക്ക് സന്തോഷമാണ്. പിന്നെ അസുഖം എന്ന് പറയുമ്പോൾ ആരും അങ്ങോട്ട് ഉൾക്കൊണ്ടിരുന്നില്ല. ഇത്ര പെട്ടെന്ന് അല്ലെങ്കിൽ എനിക്ക് എന്നുള്ളത് ഉൾക്കൊണ്ടിരുന്നില്ല. അപ്പൊ എല്ലാം കഴിഞ്ഞു. നമ്മളിപ്പോ ഒരു വർഷമായി, സർജറി കഴിഞ്ഞു, ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ നമ്മള് പുതിയൊരു ജീവിതത്തില് കാലെടുത്ത് വെച്ച് കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ എന്ത് തന്നെ ആയാലും, ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെയാണ്, എന്ത് തന്നെ ബുദ്ധിമുട്ടുകളായാലും നമ്മളത് ഫേസ് ചെയ്തേ പറ്റൂ. അപ്പൊ എല്ലാവരും അസുഖമുള്ളവരൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം മിക്കവരും അസുഖമുള്ളവരായിരിക്കാം കാണുന്നവര്, അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെട്ടവരായിരിക്കാം കാണുന്നവര്. അപ്പൊ ആരും വിഷമിക്കൊന്നും വേണ്ട. എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. ഒരു സൊല്യൂഷൻ ഇല്ലാത്ത ഒരു കാര്യങ്ങളും ഇല്ല. അപ്പോൾ പറഞ്ഞ പോലെ എന്താ പറയാ, സർജറി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് എൻ്റെ സർജറി കഴിയണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം വൈകി, അതായത് 12-ാം തീയതി ആയിരുന്നു സർജറി പറഞ്ഞിരുന്നത്. പിന്നെ ഒരു ദിവസം വൈകി, 13-ാം തീയതി ആയി. അപ്പൊ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു, എന്താ അത് നേരത്തെ കഴിഞ്ഞില്ലല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റലുകളിൽ RCC-യിൽ നിന്നപ്പോൾ പല മുഖങ്ങളും പല മനുഷ്യന്മാരും പല അവസ്ഥകളും ഒക്കെ കാണാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. ഓരോരുത്തരെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ തന്നെ ഇഷ്ടം പോലെ കഥകൾ എഴുതാനുണ്ട്. ഓരോ വ്യക്തികളെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പുസ്തകം ഒരു പുസ്തകത്തിനുള്ള കഥകളുണ്ട്. കഥകളല്ല, ജീവിതാനുഭവങ്ങളാണ് എല്ലാവരുടെയും. അപ്പോ നമ്മളൊന്നും ഒന്നിലും നമ്മൾ ആർമാദിക്കാനോ ഒന്നും പാടില്ല. കാരണം എന്ന് വെച്ചാൽ എവിടെയാണ് എപ്പോഴാണ് ഒരു ഇതെന്ന് പറയാൻ പറ്റില്ല. അത് വിചാരിച്ചിട്ട് നമ്മൾ ജീവിതത്തിൽ സന്തോഷങ്ങൾ വരുമ്പോഴും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അത് എൻജോയ് ചെയ്യാനായിട്ട് നോക്കണം. കാരണം നാളെ എന്താണെന്ന് അറിയില്ല. അടുത്ത ജന്മം നമ്മളെല്ലാവരും പറയുന്നുണ്ട്, അടുത്ത ജന്മം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ആരും അടുത്ത ജന്മത്തിൽ എനിക്ക് ഓർമ്മയില്ല എന്റെ കഴിഞ്ഞ ജന്മം എന്തായിരുന്നു എന്ന്. ഇനിയിപ്പോ അടുത്ത ജന്മം ഉണ്ടോന്ന് അറിയില്ല. അപ്പൊ അത് എനിക്കറിയില്ല. പക്ഷെ ഈ ജന്മം നമ്മൾ ജീവിക്കാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഞാൻ പറയായിരുന്നു, ഒരു വർഷമായി എന്റെ സർജറി കഴിഞ്ഞിട്ട്. അതിലൊരുപാട് എന്താ പറയാ, പല പല മുഖങ്ങൾ കണ്ടു, ഒരുപാട് അനുഭവങ്ങൾ. നമ്മൾ സ്വയം, ഞാൻ എന്ന വ്യക്തി മാത്രമായിട്ട് കുറേ കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്റെ ചുറ്റുമുള്ളവർ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു വർഷം കഴിഞ്ഞു. അപ്പോൾ മെയിനായിട്ട് ആരും വിഷമിക്കേണ്ട, നമ്മൾ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യും. അപ്പോൾ വീണ്ടും എൻ്റെ ചാനൽ കാണാത്തവരാണെങ്കിൽ ഒന്ന് കയറി നോക്കാം, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? വേറെ ഒന്നല്ല, എൻ്റെ സർജറി കഴിഞ്ഞിട്ട് ഇന്നേക്ക് ഒരു വർഷമായി. അതായത് സെപ്റ്റംബർ 13. ഈ 13 എന്നുള്ള ഡേറ്റ് എൻ്റെ ജീവിതത്തിൽ അത്ര നല്ലതല്ല. പക്ഷെ എന്നിരുന്നാലും പല സന്ദർഭങ്ങളും ആ 13 എന്നുള്ള ഡേറ്റിൽ നിന്ന് മുന്നോട്ട് വന്നപ്പോൾ, അതായത് അത് കഴിഞ്ഞു വന്നപ്പോൾ, ദുരിതങ്ങളായിരുന്നു എങ്കിലും അത് കഴിഞ്ഞു വന്നപ്പോൾ ഒരു സന്തോഷവും സമാധാനം ഒക്കെ ഉണ്ട്. പക്ഷെ ആ ഡേറ്റ് എനിക്ക് കൊള്ളില്ല.